ഓക്കെ, ഈ വീഡിയോയ്ക്കകത്ത് ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷനിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു വർക്കറിന് കൊടുക്കേണ്ട വീഡിയോ, മീൻസ് അവരെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണിത്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ലോഗിൻ പേജാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു വർക്കറിൻ്റെ ഇമെയിൽ ഞാനിവിടെ ഒരു ടെമ്പററി ആയിട്ടൊരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കറിൻ്റെ ഇമെയിൽ ഐ ഡി എല്ലാം നമ്മൾ ഈ അഡ്മിന് മാത്രമേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അഡ്മിൻ്റെ പ്രൊഫൈലിലൂടെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മുടെ വർക്കേഴ്സിന് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ worker1@gmail.com എന്ന് പറയുന്നൊരു ഇമെയിൽ ഐ ഡിയാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് പാസ്വേഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 ഇതായിരുന്നു നമ്മുടെ വർക്കറിനുള്ള പാസ്വേഡും ഇമെയിൽ ഐ ഡി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജായിരിക്കും എല്ലാ വർക്കേഴ്സിനും കാണാൻ പറ്റുന്നത്. വർക്കറിനും ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു പ്രിൻ്റർ സെലക്ട് ചെയ്യുക. പ്രിൻ്റർ സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അവർക്കാകെ 4 ഓപ്ഷനേ വരത്തുള്ളൂ. കളക്ട് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിനെ വേണമെങ്കിൽ കോൾ ചെയ്യുക, നമ്മൾ നമ്പർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡയലറിലോട്ട് കോൾ പോകും. പിന്നെ ഇഷ്യൂ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കസ്റ്റമറിൻ്റെ പേരടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളം വയ്ക്കുക, പിന്നെ മൊബൈൽ നമ്പർ വയ്ക്കുക, ഇഷ്യൂ എന്താണെന്ന് പറയുക. ഇപ്പോൾ ഞാനിവിടെ ഒരു കസ്റ്റമറിന് കൊടുത്തു, ഒരു ചുമ്മാ ഒരു നമ്പരും കൊടുത്തു, സിഗ്നൽ നോ സിഗ്നലും കൊടുത്തു, അതും കൊടുത്ത് സപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് സെൻഡ് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് പോയി. അപ്പോൾ നമ്മുടെ അഡ്മിന് അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ സമ്മറി പേജ് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി മൊത്തം ഇതിൻ്റെ അകത്ത് കാണും. അപ്പോൾ ഞാനൊരു ബില്ല് ഈ വർക്കറിൻ്റെ പേജിൽ വർക്കേഴ്സിന് കൂടി വേണ്ടിയിട്ട് ഞാനൊരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ഇതൊരെണ്ണം എടുത്ത് പേയ്മെൻറ്റ്, ഇപ്പം ഡിഫോൾട്ട് പ്ലാൻ എമൗണ്ടാണ് ആദ്യത്തെ ഈ പച്ച ഇതിൽ കാണിക്കുന്നത് 260 എന്നുള്ളത്. പിന്നെ ഡ്യൂ എമൗണ്ടാണ് ഈ 360 എന്നുള്ളത്. പിന്നെ ഈ എൻ്റർ എമൗണ്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമായിട്ടുള്ളൊരു എമൗണ്ട് അടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു 150 രൂപ ബില്ലടിച്ച് കാണിച്ചു തരാം. അത് നോക്കിയിട്ട് ഇവിടെ പ്രിൻ്റർ കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. പ്രിൻ്റർ BT പ്രിൻ്റർ 54A8 എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻ്റർ. ആ ഒരു പ്രിൻ്ററിൽ നമ്മളിവിടെ കളക്റ്റ് പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പേയ്മെൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ടൈപ്പ് പേയ്മെൻ്റ് ആയിരുന്നു, എത്ര രൂപ വന്നു, റിമൈനിങ് ഡ്യൂസ് എത്രയാണ്, അതെല്ലാം നമുക്കിവിടെ കാണിക്കും. പിന്നെ ഇവിടെ പ്രിൻ്റർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്റ് റെസിപ്റ്റും പോയി. അങ്ങനെ അത്രയാണ് വർക്കേഴ്സിൻ്റെ കാര്യം വരുന്നത്. ബാക്ക് അടിക്കുക, അപ്പോഴത്തേക്ക് ആ എമൗണ്ട് ഇവിടെ മാറി. സമ്മറി പേജിൽ നോക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ പറ്റും. ഇത്രയാണ് വർക്കേഴ്സിനും വരുന്നത്.